നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുതകളും പലപ്പോഴും നമുക്ക് ലഭ്യമാകാറില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തീവ്രമായി ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ച സമയത്ത് കാര്യങ്ങൾ നടക്കാതിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാലയളവിൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് അത് നടക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? എപ്പോഴും ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് ദൈവം ഫിക്സ് ചെയ്തിരിക്കുന്ന, ദൈവം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിൽ എത്തുമ്പോഴാണ് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടപ്പാകുന്നത്. എങ്ങനെയാണ് നമുക്ക് ആ വസ്തുതകളെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്? ദൈവം എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോകുന്നു, ദൈവത്തിൻ്റെ സമയമാണ് ഇത് എന്ന് എനിക്കെങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും? ഈ വക ചിന്തകളിലേക്ക് ഇന്ന് ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുന്നു. ടെൻഡർ ഹോളി സ്പിരിറ്റിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. 1 പത്രോസിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. വിശുദ്ധ പത്രോസ് ലീഗ പറയുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു വാക്യമാണത്. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്? ദൈവത്തിൻ്റെ ഒരു തക്ക സമയം, ദൈവത്തിൻ്റെ ഒരു ടൈം, ദൈവം നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോകുന്ന ആ സമയം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. പ്രധാനമായിട്ടും വേദപുസ്തകത്തിൽ സമയത്തെ കുറിക്കാൻ, കാലത്തെ കുറിക്കാൻ 2 ഗ്രീക്ക് പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കെയ്റോസ് എന്നും ക്രോണോസ് എന്നും പറയുന്ന 2 സമയത്തിൻ്റെ പദങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ക്രോണോസ് എന്നത് ഒരു സീക്വൻസ് ആയിട്ടുള്ള സമയമാണ്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. മഴ പെയ്യാൻ, കൃഷിക്ക് ഒരു സമയം, അതോടൊപ്പം തന്നെ വീട് വെക്കാൻ ഒരു സമയം, വിവാഹത്തിന് ഒരു സമയം, ഇങ്ങനെയുള്ള സീക്വൻസ് ആയിട്ടുള്ള ഒരു സമയത്തെയാണ് ക്രോണോസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സമയത്തെ വിളിക്കേണ്ടതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് കെയ്റോസ് എന്ന പദമാണ്. അതിൻ്റെ അർത്ഥം ഓൺ ദ റൈറ്റ് ടൈം, ഓൺ ദ പെർഫെക്റ്റ് ടൈം ടു ആക്ട്. ഒരു പ്രത്യേക സമയം, പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു കൃത്യതയുള്ള ഒരു സമയം എന്ന ഒരു അർത്ഥത്തിലാണ് കെയ്റോസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ സഭാപ്രസംഗിയുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ 3-ാമത്തെ അധ്യായത്തിൽ ശലോമോൻ പറയുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഒരു മാനുഷിക സമയമാണ്. അതിന് മഴ പെയ്യാൻ പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കണമെന്നില്ല. മഴ അതിൻ്റെ സമയത്തങ്ങ് പെയ്തോളും. ഇതുപോലെ സ്വാഭാവികമായിരിക്കുന്ന ഒരു സമയത്തെ അല്ല ഇവിടെ പത്രോസ് ലീഗ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു സമയം, ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഘടികാരത്തിലെ ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അവിടേക്ക് ദൈവം നിങ്ങളെ എത്തിക്കാനായിട്ട് പോകുന്നു എന്ന് പത്രോസ് നമ്മളോട് പറയുകയാണ്. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അത് ദൈവത്തിൻ്റെ സമയമാണെന്നും ദൈവത്തിൻ്റെ സമയത്തിൽ നമ്മൾ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തിന് മുമ്പ് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തെ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഈ വക വസ്തുതകളെ നമ്മൾ ഈ ദൈവവചനത്തിൻ്റെ ചിന്തകളിലൂടെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, അബ്രഹാമിൻ്റെ ദാസിയായിരിക്കുന്ന ഹാഗാർ അവിടെ അബ്രഹാമിൻ്റെ വീട് വിട്ട് ഓടിപ്പോകുന്ന ഒരു രംഗം നിങ്ങൾക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയും. ഒരു കിണറിൻ്റെ ചുവട്ടിൽ വെച്ച് ദൈവത്തിൻ്റെ ദൂതൻ ഹാഗാറിനെ കണ്ടുമുട്ടുകയാണ്. ഹാഗാറിനോട് ചോദിക്കുകയാണ്, ഹാഗാറെ, നീ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്? അവൾ ഉത്തരം പറയുന്നത്, ഞാൻ എൻ്റെ യജമാനത്തിയായിരിക്കുന്ന സാറായെ വിട്ട് ഓടിപ്പോരുകയാണ്. എങ്ങോട്ട് പോവുകയാണ് എന്നുള്ള ദൂതൻ്റെ ആ ചോദ്യത്തിന് അവൾക്ക് മറുപടി പറയാനായിട്ട് കഴിയുന്നില്ല. കാര്യം ലക്ഷ്യമില്ലാതെയാണ് അവൾ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് ദൈവത്തിൻ്റെ ദൂതൻ അവളോട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നീ പോയി നിൻ്റെ യജമാനത്തിയായിരിക്കുന്ന സാറായിക്ക് കീഴടങ്ങിയിരിക്കുക. ഞാൻ നിന്നെ തക്ക സമയത്ത് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരികയും നിൻ്റെ മകൻ ഒരു ബഹുജാതിയായി മാറുകയും അവനെ വിശേഷമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ ദൂതൻ ഹാഗാറിനെ സാറായിയുടെ അടുക്കലേക്ക് മടക്കി കൊണ്ടുപോകുന്നത്, തിരിച്ചയക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സമയത്തിന് മുമ്പ് നമ്മൾ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇംമെച്ചോർഡായിട്ടുള്ള ഒരു റിസൾട്ട്, അതിൻ്റെ ഫലങ്ങൾ ഉളവാകാനുള്ള ഒരു സാധ്യത ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ അബ്രഹാമിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഹാഗാറിൻ്റെ ജീവിതത്തെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹാഗാറിനോട് മടങ്ങിപ്പോയി സാറായിക്ക് കീഴടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ദൂതൻ ആവശ്യപ്പെടുന്നത്.
അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത് ഞാനൊരു മകനെ നിനക്ക് നൽകുമെന്നുള്ളതാണ്. എന്ന് കൊടുക്കും എന്നുള്ള കാര്യം മാത്രം കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്നുള്ള ദൂതൊക്കെ അബ്രഹാമിനോടുണ്ടായിരുന്നു. എന്നാൽ സാറായി അതിന് മറുപടിയായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുഭാഗം എന്നുള്ള നിലവാരത്തിൽ അവളുടെ ഉള്ളിൽ ഉദിച്ച ഒരു ചിന്തയനുസരിച്ച് അവൾ അവളുടെ ദാസിയായിരിക്കുന്ന ഹാഗാറിനെ അബ്രഹാമിന് കൊടുക്കുകയും ആ ഹാഗാറിൽ നിന്ന് ഒരു മകൻ ജനിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് അതൊരു വലിയ ദോഷത്തിലേക്ക് മാറുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ സമയത്തിന് മുമ്പ്, ദൈവത്തിൻ്റെ ഘടികാരത്തിൽ ദൈവം നമ്മളെ ഉയർത്താൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയത്തിന് മുമ്പ് നമ്മൾ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇമ്മച്ചോർഡായിട്ടുള്ള ശരിയായ വളർച്ച പ്രാപിക്കാത്ത ഒരു മറുപടിക്ക് അല്ലെങ്കിൽ ഒരു ഫലം ഉളവാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമെന്നുള്ളതാണ്. സാറായി കാണിച്ച ആ ഒരു ബുദ്ധിമോശം പിന്നീട് തലമുറകളായിട്ട് ഇന്നും അതിൻ്റെ പരിണിത ഫലങ്ങൾ ഇങ്ങനെ നീണ്ടു പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. അത് ഹാഗാറിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഹാഗാറിനോട് ദൈവം പറയുകയാണ്, നീ പോയി അവൾക്ക് കീഴടങ്ങിയിരിക്കുക. ശ്രദ്ധിക്കുക, ഏതാണ്ട് 17 കൊല്ലമാണ് ആ പറഞ്ഞയച്ച കാലം മുതൽ നോക്കിക്കഴിഞ്ഞാൽ 17 കൊല്ലം അവൾ ആ വീട്ടിൽ പോയി കീഴടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ദൈവം നമ്മളെ ഉയർത്താൻ ഒരു കാലയളവ് വച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ ഉയർത്താൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. അതിന് മുൻപുള്ള പ്രവൃത്തികൾ തീർച്ചയായിട്ടും ദോഷം ഫലങ്ങൾ ഉളവാക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. സാറായിയുടെയും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ദുരന്തം ഹാഗാറിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ അവളോട് കർത്താവ് പറയുകയാണ്, നീ പോയി കീഴടങ്ങിയിരിക്കുക. 17 കൊല്ലങ്ങൾ പിന്നെയും അവൾ പോയി കീഴടങ്ങിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കൃത്യസമയത്ത് അവളെയും അവളുടെ മകനെയും പുറത്തേക്ക് കൊണ്ടുവരികയും ആ ബേർശേബ മരുഭൂമിയിൽ ദൈവം അവൾക്ക് ഒരു ഉറവ തുറന്നു കൊടുക്കുകയും ആ കത്തുന്ന മരുഭൂമിയിൽ അവനെ ഒരു വില്ലാളിയാക്കി മാറ്റുകയും ഇന്ന് ലോകത്തിന് ഭയം ജനിപ്പിക്കുമാറ് ലോകത്തിൻ്റെ ശക്തി സ്രോതസ്സായ സാമ്പത്തിക ശക്തിയായിട്ട് വളരുവാൻ തക്കവണ്ണം ദൈവം ആ സമൂഹത്തെ വിശാലമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ എന്താ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് മുൻപുള്ള, ദൈവത്തിൻ്റെ സമയത്തിന് മുൻപുള്ള എടുത്തുചാട്ടങ്ങൾ തീർച്ചയായിട്ടും അതൊരു ദോഷം ഫലം ഉളവാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടെ പറയുകയാണ്, ദൈവത്തിൻ്റെ ഘടികാരത്തിൽ നിങ്ങളെ ഉയർത്താൻ ദൈവം മാർക്ക് ചെയ്തിരിക്കുന്ന, ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന, ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അവിടേക്ക് ദൈവം നിങ്ങളെ എത്തിക്കും. ആ സമയമാകുമ്പോൾ ദൈവം തന്നെ നിങ്ങളോട് ആവശ്യപ്പെടുകയും നിങ്ങൾക്ക് ആ കഷ്ടതകളിൽ നിന്ന് പുറത്തേക്ക് വരികാനും ഒരു വലിയ ദൈവിക അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളത് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അന്നേരം നിങ്ങൾ ചോദിക്കാൻ ഒരു സാധ്യതയുള്ള ഒരു ചോദ്യം ഇതാണ്, എങ്ങനെയാണ് എനിക്ക് ദൈവത്തിൻ്റെ സമയം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്? തീർച്ചയായിട്ടും അതിന് മറുപടി വേദപുസ്തകം നൽകുന്നുണ്ട്. അതിലേക്ക് തുടർ ചിന്തകളിലോട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 430 കൊല്ലം അവരുടെ അടിമത്വത്തെ ഭേദിച്ച് ദൈവം അവരുടെ വാഗ്ദത്ത ഭൂമിയായ കനാനിലേക്ക് അവരെ പ്രവേശിപ്പിക്കേണ്ടതിന് മോശയുടെ നേതൃത്വത്തിൽ ദൈവം തൻ്റെ ജനത്തെ മുന്നോട്ട് നയിക്കുകയാണ്. ആ യാത്ര നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈജിപ്റ്റ് മുതൽ കനാൻ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 11 ദിവസത്തെ വഴിയാത്രയാണ്. ഇസ്രായേലിയർ ഒരു വലിയ സമൂഹമാണ്. 25 ലക്ഷം ആൾക്കാരുണ്ട് അവിടെ. 10 ലക്ഷത്തിന് മുകളിൽ അവർക്ക് ആടുമാടുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതുകൊണ്ട് അവർക്ക് 11 ദിവസം കൊണ്ട് എത്താനായിട്ട് കഴിയത്തില്ല. പരമാവധി ഒരു 40 ദിവസം അല്ലെങ്കിൽ ഒരു 30 ദിവസം, ഏറിയാൽ ഒരു 40 ദിവസം കൊണ്ട് അവർക്ക് ഈജിപ്തിൽ നിന്ന് കനാലിലേക്ക് എത്തിപ്പെടാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. എന്നാൽ അവരുടെ യാത്ര 40 കൊല്ലം നീണ്ടുപോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ദൈവം അവരെ വിളിച്ചിറക്കിയത് 40 ദിവസം കൊണ്ട് അവിടെ എത്തിക്കുക എന്നതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഘടികാരം എന്താണെന്ന്, ദൈവത്തിൻ്റെ സമയത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ എന്താണെന്ന് പഠിപ്പിക്കേണ്ടതിന് ദൈവം ഇസ്രായേലിയരെ കുറച്ചു കാലം വൈകിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വൈകുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഇതിനകത്ത് താല്പര്യപ്പെടുന്നത്. ദൈവത്തിന് എപ്പോഴും ദൈവത്തിൻ്റെതായ കൃത്യതയുള്ള ഒരു സമയമുണ്ട്. പക്ഷെ അവിടേക്ക് എത്താൻ നമ്മൾ രൂപപ്പെടേണ്ടുന്ന ചില മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ നാം എന്ന വ്യക്തി രൂപാന്തരപ്പെടേണ്ടുന്ന ചില അനുഭവങ്ങളുണ്ട്, ചില മൊഡ്യൂൾസ് ഉണ്ട്. അതെന്താണെന്ന് നമ്മളിന്ന് ഈ ദൈവവചനത്തിലൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. 40 ദിവസം കൊണ്ട് പരമാവധി എത്താൻ കഴിയുന്ന ആ വാഗ്ദത്ത ഭൂമിക്ക് 40 വർഷത്തെ വഴിദൂരം അവിടെ എടുക്കുകയാണ്, ചുറ്റി അവർ സഞ്ചരിക്കുകയാണ്. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമുക്ക് അതിനകത്തുണ്ട്. ദൈവം അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന അവരുടെ വാഗ്ദത്തത്തിലേക്ക്, അഥവാ ദൈവത്തിൻ്റെ കൃത്യതയുള്ള സമയത്ത് ദൈവം അവരുടെ അനുഗ്രഹത്തെ അവരുടെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ്
ദൈവം അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് ദൈവം അവരുടെ മനസ്സിലുള്ളത് അറിയാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സമയത്തിനകത്ത് കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ വിചാരിച്ച സമയത്ത് നടക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മളെ പരിശോധിക്കുകയാണ്. എന്താണ് നമ്മൾ സംസാരിക്കുന്നത്, എന്താണ് നമ്മൾ ദൈവത്തോട് പ്രതികരിക്കുന്നത്, ആ വസ്തുതകളോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്. ഇത് തീർച്ചയായിട്ടും ദൈവത്തിന് അറിയാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ദൈവം അത് പരിശോധിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത് എന്നുള്ളതാണ് ഞാൻ ഈ ചിന്തകളിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ആവർത്തന പുസ്തകത്തിൽ വളരെ ക്ലിയർ കട്ടായിട്ട് അവിടെ പറയുന്നു, അവരുടെ മനസ്സിലിരിപ്പറിയാൻ, അവരുടെ ഉള്ളിലിരിപ്പറിയാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ, വാസ്തവത്തിൽ അത് ദൈവത്തിന് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ദൈവത്തിന് നിങ്ങളോട് കൃത്യമായിട്ടും സ്നേഹമുണ്ട്. പക്ഷേങ്കിൽ ദൈവം നിങ്ങളുടെ മനസ്സിലിരിപ്പ് പരിശോധിക്കുകയാണ്. എന്താണ് നിങ്ങൾ വായി തുറന്ന് സംസാരിക്കുന്നത്, ദൈവത്തോട് സംസാരിക്കുന്നത് എന്താണ്, മനുഷ്യരോട് സംസാരിക്കുന്നത് എന്താണ്, ആ സിറ്റുവേഷനുകളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ എന്താണ്, എങ്ങനെ നിങ്ങൾ അവിടെ ദൈവത്തെ ആശ്രയിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മളെ ഉയർത്താൻ വച്ചിരിക്കുന്ന ആ സമയത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മുടെ മനോനിലവാരങ്ങൾ പരിശോധിക്കപ്പെടേണ്ടുന്നതും മനോനിലവാരങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതുമാണ്. അവരുടെ മനസ്സിലുള്ളത് അറിയാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു. കനാനിലെത്തുന്നതിന് മുമ്പ് അവരുടെ റൈറ്റ് ടൈം എന്ന് പറയുന്നത് കനാനിലെത്തുന്ന ആ ഒരു സമയമാണ്. അവിടെ എത്തുന്നതിന് മുമ്പ് അവരുടെ മനോഭാവം, അവർക്ക് ദൈവത്തോടുള്ള, സഹജീവികളോടുള്ള, ചുറ്റുപാടുകളോടുള്ള, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളോടുള്ള മനോഭാവം എന്താണെന്ന് അറിയാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തേത്, ഇവർ ദീർഘകാലം അടിമകളായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൈൻഡ് സെറ്റ് ഒരു അടിമയുടെ മൈൻഡ് സെറ്റാണ്. അവർ കാര്യങ്ങളെ സമീപിക്കുന്നത് ഒരു അടിമയുടെ മനോഭാവത്തോടു കൂടിയാണ്. അവർ ദൈവത്തെ സമീപിക്കുന്നതും ദൈവത്തിൻ്റെ ദാസനായ മോശയെ സമീപിക്കുന്നതുമെല്ലാം ഒരു അടിമയുടെ മനോഭാവത്തോടു കൂടിയാണ്. അവരുടെ മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും മാറണമെന്നുള്ളത് ദൈവം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. 40 ദിവസം കൊണ്ടോ 30 ദിവസം കൊണ്ടോ ദൈവം അവരെ ദൈവത്തിന് കനാനിലെത്തിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. തീർച്ചയായിട്ടും ദൈവത്തിന് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിലും അവരെ എത്തിക്കാനായിട്ട് കഴിയും. പക്ഷേ എന്തിനാണ് ദൈവം ഇത്രയും ഒരു കാലയളവ് അവിടെ വച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ മൈൻഡ് സെറ്റ് മാറുക എന്നുള്ളതാണ്. അടിമയുടെ മൈൻഡ് സെറ്റിൽ നിന്ന് മക്കൾ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക്, ദൈവത്തിൻ്റെ ജനം എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് കാത്തിരിക്കാതെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു ചാടുകയും ബഹളം വെക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അവിടെ കാര്യങ്ങൾ പെർഫെക്റ്റായി നടക്കണമെന്നില്ല. കാര്യം നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. 430 കൊല്ലം അടിമകളായിരുന്ന ഇവരുടെ മനോഭാവം, അവരുടെ മനസ്സ് ഒരു അടിമയുടെ മനസ്സാണ്. അതുകൊണ്ട് തന്നെ അതിനെ മാറ്റി മക്കളുടെ മനസ്സിലേക്ക് വരാൻ ദൈവം ഇത്രയും കാലയളവ് അവിടെ എടുക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. മൂന്നാമത്തേതും ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഇവർക്ക് വാസ്തവത്തിൽ ദൈവത്തോടാണോ സ്നേഹം, അതോ ദൈവം അവരോട് പറഞ്ഞ ആ വാഗ്ദത്ത ഭൂമിയോടാണോ സ്നേഹം എന്നതറിയാൻ ദൈവം അവിടെ കാലയളവുകൾ ദീർഘമാക്കുകയാണ് എന്നുള്ളതാണ് അതിനോടനുബന്ധമായി പറയേണ്ടുന്ന മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്. ദൈവമാണോ അവർക്ക് ഏറ്റവും വലുത്, അതോ അവരോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണോ അവർക്ക് ഏറ്റവും വലുത്? ഇത് വാസ്തവത്തിൽ ദൈവം പരിശോധിക്കുകയായിരുന്നു ഈ 40 കൊല്ലം കൊണ്ട്. നോക്കൂ, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും, ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ ദൈവം എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ഫിക്സഡ് ടൈം അവിടെ വച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 3 പ്രോസസ്സ് അവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, എൻ്റെ മനോഭാവം, ഞാൻ ആ സമയം പറയുന്ന വാക്കുകൾ എൻ്റെ മനസ്സിലിരിപ്പ് അറിയാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ആ അടിമയുടെ മൈൻഡ് സെറ്റിൽ നിന്ന് ഏതാണോ നമ്മുടെ പൂർവമായിരിക്കുന്ന അവസ്ഥ, നേരത്തെ അവസ്ഥ എന്തായിരുന്നോ ആ പൂർവിക അവസ്ഥയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് വരിക എന്നുള്ളതാണ് ചില വൈകിപ്പിക്കലുകളുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഘടികാരത്തിലേക്ക് നമ്മൾ എത്തുന്നതിന് അത്രയും സമയമെടുക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ആ മൈൻഡ് സെറ്റ് മാറുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ദൈവത്തെയാണോ നമ്മൾ വലുതായി കണക്കാക്കുന്നത്, അതോ ഇനി ദൈവം നമുക്ക് തരാമെന്ന് പറഞ്ഞ അനുഗ്രഹങ്ങളെയാണോ, നന്മകളെയാണോ, വിടുതലുകളെയാണോ, സൗഖ്യങ്ങളെയാണോ, എന്തുമായിക്കൊള്ളട്ടെ അതാണോ വലുതെന്നറിയാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തെ വലുതായി കണക്കാക്കുന്നവരെ, ദൈവമാണ് വലുത് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയത്തില്ല. ദൈവം അവരെ തക്ക സമയത്ത് ദൈവിക പദ്ധതികളുടെ ഒരു ഭാഗമാക്കി മാറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവത്തിൻ്റെ ഘടികാരം എന്ന ആ വിഷയവുമായി ബന്ധപ്പെടുത്തി പറയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറെ സന്തോഷമുള്ള ഒരു വേദഭാഗം എന്ന് പറയുന്നത്
ഏലിയാവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ ഏലിയാവ് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ആകാശത്ത് നിന്ന് തീ ഇറങ്ങി വരുന്നത് വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും, അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കാം ഈ മനുഷ്യൻ പ്രാർത്ഥിച്ച ആ സ്പോട്ടിൽ അവിടെ തീ ഇറങ്ങി വന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ കൃത്യതയുള്ള സമയം അത് എങ്ങനെ ഏലിയാവിന് മനസ്സിലായിരുന്നു എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ഏലിയാവ് ചെയ്യുന്നത് ഇടിഞ്ഞു കിടന്ന യാഗപീഠങ്ങളെ ഏലിയാവ് പണിയുകയാണ്. വാസ്തവത്തിൽ ദൈവം നമ്മളിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു നന്മയ്ക്ക് വേണ്ടിയിട്ട് കൊതിക്കുമ്പോൾ ആം ഐ പെർഫെക്റ്റ്, ഞാൻ അതിനകത്ത് എത്തിച്ചേരാൻ, ആം ഐ വോർത്തി, ഞാൻ അതിനകത്ത് എത്തിച്ചേരാൻ തക്കവണ്ണം യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഏറെ നല്ലതാണ്. സഹോദരങ്ങളെ, തീർച്ചയായിട്ടും ദൈവം എപ്പോഴും നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. ഞാനത് ഒന്നുകൂടി കയറ്റി പറയാം. ഒരിക്കലും അങ്ങനെ ഒരു എന്താ പറയേണ്ടുന്നത്, ഒരു മെഷറിംഗ് റോഡില്ല. പക്ഷേ ദൈവത്തിന് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. എന്നിരുന്നാലും ദൈവത്തെ അറിയുന്നവർ, കർത്താവിനെ സ്നേഹിക്കുന്നവർ, അവർ തീർച്ചയായിട്ടും കുറച്ച് ക്രമീകരണങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് എത്തിപ്പെടാൻ തക്കവണ്ണം എന്നിലുള്ള എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഏലിയാവ് അവിടെ ചെയ്യുന്നത് പൊളിഞ്ഞു കിടന്ന യാഗപീഠങ്ങളെ പണിയുകയാണ്. ആ യാഗപീഠത്തെ പണിതിട്ടാണ് അവൻ അവിടേക്ക് യാഗമൃഗത്തെയും വിറകുമൊക്കെ വെക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇനി രണ്ടാമത്തെ ഒരു സവിശേഷത നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അവിടെ സ്വാഭാവികമായിട്ട് ഈ യാഗം കഴിക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കുന്നത് ഒരു പതിവുള്ള ഒരു കാര്യമല്ല. പഴയ നിമിത്തത്തിൽ നിങ്ങൾക്ക് എങ്ങും അങ്ങ് കാണാനായിട്ട് കഴിയത്തില്ല. കാര്യം വെള്ളം ആ തീയെ കെടുത്തിക്കളയാണ് ചെയ്യുന്നത്. പക്ഷേ ഏലിയാവ് അവിടെ ഒരു എക്സ്ട്രാ ഫെയ്ത്ത് ഇടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അധികം ഒരു വിശ്വാസം ഇടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. തീയെ കെടുത്തി കളയുന്നതാണ് വെള്ളമെന്ന് ഏലിയാവിന് അറിയാം, ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും അറിയാം. പക്ഷെ ദൈവം അവന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ എക്സ്ട്രോർഡിനറി ആയിരിക്കും എന്നവന് അറിയണം, മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതുകൊണ്ട് അവൻ അപാരമായ ഒരു വിശ്വാസം അധികം അവിടെ ഇടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ വായിക്കുന്നത് ദൈവത്തിൻ്റെ തീ ഇറങ്ങി വന്നപ്പോഴത്തേക്കും തോട്ടിലെ വെള്ളം തന്നെ വറ്റിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അവിടെ വെള്ളം തീയെ കെടുത്തിക്കളയുന്നതാണെന്ന് ഏലിയാവിന് ചുറ്റുവട്ടം നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ദൈവം പ്രവർത്തിക്കുമ്പോൾ ആ വിപരീത ഘടകങ്ങളെ പോലും അട്ടിമറിച്ചിട്ടുകൊണ്ട് ദൈവം പ്രവർത്തിക്കുമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അധികം വിശ്വാസം ഇടുന്നത് നിങ്ങൾക്ക് ആ വേദഭാഗത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃത്യതയുള്ള ഒരു സമയത്തിലേക്ക് നിങ്ങൾ നടക്കണമെങ്കിൽ ഒരു അധികം വിശ്വാസത്തിൻ്റെ ആവശ്യമുണ്ട്. എക്സ്ട്രാ ഫെയ്ത്ത് നമ്മളിൽ നിന്നുണ്ടാകേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉള്ള വിശ്വാസം കൂടി താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഏലിയാവ് എടുക്കുന്ന ആ ഒരു കരുതൽ നമുക്കൊരു പാഠമാണ്. പൊളിഞ്ഞു കിടന്ന യാഗപീഠങ്ങളെ അവൻ പണിയുന്നു, പോരാ ഒരു എക്സ്ട്രാ വിശ്വാസം കൂടി അവൻ അതിനകത്ത് ആഡ് ഓൺ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ഘടികാരത്തിലേക്ക്, ദൈവത്തിൻ്റെ കൃത്യതയുള്ള സമയത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ വക കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഇടയായി തീരട്ടെ. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ തക്ക സമയത്തേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അനുബന്ധമായി ഒരു ചിന്ത കൂടി പറഞ്ഞ് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാമത്തെ അധ്യായം, അവിടെ പത്രോസും യോഹന്നാനും കൂടെ ചേർന്ന് ജന്മനാൽ മുടന്തനായ ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആ അത്ഭുതം നടക്കുന്നത് വളരെ എന്താ പറയേണ്ടുന്നത്, ആ സമൂഹത്തിൽ തന്നെ വലിയ വിപ്ലവം സൃഷ്ടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ചുറ്റുപാടും വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ആ സാധു മനുഷ്യൻ്റെ സൗഖ്യ നിമിത്തം ഇവർ അടിയേൽക്കേണ്ടതായിട്ട് വരികയാണ്. അപ്പോസ്തലന്മാർ അടിയേൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ന്യായവിസ്താരത്തിൻ്റെ മുമ്പിൽ അവർ വിധിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുകയാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു വേദഭാഗം, എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു വേദഭാഗം, ആ സൗഖ്യമായ മനുഷ്യൻ്റെ പ്രായം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് 40 വയസ്സുണ്ടായിരുന്നു എന്നാണ്. ആ മനുഷ്യൻ്റെ സൗഖ്യമായ മനുഷ്യൻ്റെ പ്രായം 40 വയസ്സാണ്. നോക്കൂ, ഇത് നടക്കുന്നത് 3-ാമത്തെ അധ്യായത്തിലാണ് അപ്പോസ്തല പ്രവൃത്തി. കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. ശിഷ്യന്മാർ അവരുടെ പ്രവൃത്തികൾ ആരംഭിച്ചു തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഏറിയാൽ 1-2 വർഷത്തിനകത്ത് നടക്കുന്ന ഒരു സൗഖ്യമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലയളവിൽ, അതേ കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. യേശു എപ്പോഴൊക്കെ ആലയത്തിൽ പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ മനുഷ്യനും അവിടെ ഉണ്ടായിരുന്നിരിക്കണം. കാര്യം യേശുവിൻ്റെ സമകാലികനായിട്ടാണ് ഈ മനുഷ്യനെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ മനുഷ്യന് 40 വയസ്സുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും യേശുവിൻ്റെ കാലഘട്ടത്തിൽ ആ മനുഷ്യൻ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. യേശു ആലയത്തിൽ പോയിട്ടുള്ളപ്പോൾ ഈ മനുഷ്യനെ കണ്ടിട്ടുണ്ടായിരുന്നിരിക്കാം. എന്തുകൊണ്ടായിരിക്കാം യേശു അവനെ ആ സമയത്ത് സൗഖ്യമാക്കാതിരുന്നത്? യേശു എത്രയോ മുടന്തന്മാരെ സൗഖ്യമാക്കിയിട്ടുണ്ട്, എത്രയോ ആൾക്കാരെ കർത്താവ് സുഖപ്പെടുത്തി വിട്ടിട്ടുണ്ട്. പക്ഷേ എന്തേ ഈ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കാതിരുന്നത്? നിങ്ങൾക്കറിയാമോ അതിൻ്റെ കാരണം എന്താണെന്ന്?
അപ്പോഴാണ് ദൈവത്തിൻ്റെ ഘടികാരം എന്ന വിഷയത്തിന് കുറച്ചുകൂടി പ്രസക്തി ഉണ്ടാകുന്നത്. ദൈവം വച്ചിരിക്കുന്ന ഒരു കൃത്യമായിരിക്കുന്ന ഒരു സമയം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് ദൈവം വച്ചിരിക്കുന്ന ഒരു കൃത്യതയുള്ള ഒരു സമയമുണ്ട്. എന്തിനാണ് ദൈവം അത്രയും സമയം വരെ, പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും കാലം എത്തുന്നത് വരെ യേശു ഈ മനുഷ്യനെ സൗഖ്യമാക്കാതെ അങ്ങനെ തന്നെ ആ കോണിലേക്ക് ഒതുക്കിയിരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ സൗഖ്യമായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വിടുതൽ നിമിത്തം, അദ്ദേഹത്തിന് വന്ന സൗഖ്യ നിമിത്തം രക്ഷിക്കപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 5000 പേരാണ്. ആ സമൂഹത്തിൽ ഈ മനുഷ്യനെ സൗഖ്യമാക്കി പത്രോസും യോഹന്നാനും മുന്നിലേക്ക് കൊണ്ടു നിർത്തി ആ പള്ളിയിൽ നിന്നുകൊണ്ട് ഉറക്കെ പ്രസംഗിക്കുകയാണ്, ആ ആലയത്തിൽ നിന്നുകൊണ്ട് ഉറക്കെ പ്രസംഗിക്കുകയാണ്. തടിച്ചുകൂടിയ മുഴുവൻ ഇസ്രായേലിയർ ഇതിനെ വന്ന് കേൾക്കുകയാണ്. 4-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്, ഈ മനുഷ്യൻ്റെ സൗഖ്യം നിമിത്തം, ഈ മനുഷ്യനെ പിടിച്ച് മുന്നിൽ നിർത്തി സംസാരിച്ചത് നിമിത്തം രക്ഷിക്കപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 5000 യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഈ മനുഷ്യനെ സൗഖ്യമാക്കിയിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നത്? സാധാരണ ഒരു മനുഷ്യന്, സാധാരണ ഒരു മുടന്തന് വന്ന ഒരു സൗഖ്യമായിട്ട് ഇത് ഒതുങ്ങിപ്പോകുമായിരുന്നു. പക്ഷേങ്കിൽ എന്തുകൊണ്ടാണ് കർത്താവ് ഇതിനെ ലേറ്റാക്കിയത്? കർത്താവിൻ്റെ ഒരു കൃത്യതയുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ട് കർത്താവ് ഇതിനെ പോസ്റ്റ്പോൺ ചെയ്തതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, ഇതൊരു സാധാരണ സൗഖ്യത്തിൽ ഒതുങ്ങേണ്ടുന്ന ഒരു കാര്യമല്ല. ഇത് അപാരമായ ദൈവപ്രവൃത്തിയുടെയും ദൈവമഹത്വത്തിൻ്റെയും ഒരു മുതലാണ് ഇവൻ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, എന്ന് കർത്താവിനെ അറിയാമായിരുന്നത് കൊണ്ടാണ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഇവനെ സൗഖ്യമാക്കാതെ തൻ്റെ ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ വേണ്ടിയിട്ട് ഇവനെ മാറ്റിവെക്കുവാനായിട്ട് ഇടയാത്തുന്നത്. സഹോദരങ്ങളായി, നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് വൈകുമ്പോൾ, നിങ്ങൾ ചില കാര്യങ്ങൾക്ക് ധൃതി കൂട്ടുമ്പോൾ, എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്ന് ഭയങ്കരമായിട്ട് നമ്മൾ രോഷം കൊള്ളുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ആ വിഷയത്തിനകത്ത് ദൈവം ഒരു വലിയ ദൈവമഹത്വം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഒരു വലിയ ദൈവം പ്രവൃത്തി ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ സൗഖ്യമോ നിങ്ങൾക്ക് ദൈവം നൽകാനിരിക്കുന്ന നന്മയോ ഒരു സാധാരണ വിഷയമായി മാറരുത് എന്ന് ദൈവത്തിന് കൊതിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ ആ മുടന്തനെ സൗഖ്യമാക്കാതിരുന്നത് ബാക്കിയുള്ള മുടന്തന്മാരുടെ പട്ടികയിൽ ഇവൻ്റെ പേര് പോകുമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ തൻ്റെ ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ അവന് ഉണ്ടായ സൗഖ്യ നിമിത്തം 5000 പേർ അവിടെ രക്ഷിക്കപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇതുപോലെ ചിലത് പോസ്റ്റ്പോൺ ചെയ്യിക്കുമ്പോൾ, ചിലത് വൈകുമ്പോൾ ഓർക്കുക, അത് ഒരു ഭയങ്കര ദൈവപ്രവൃത്തിയുടെയും ദൈവമഹത്വത്തിനും കാരണമാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ കൃത്യതയുള്ള ആ സമയത്തിലേക്ക് നമുക്കൊന്ന് നടക്കാനായിട്ട് ഇടയായിത്തീരട്ടെ. പത്രോസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ട ചില കാര്യങ്ങളെ ഓർത്തിട്ടായിരിക്കാം ആ വാചകം ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. ആ താണിരിക്കുന്ന സമയത്ത് നമ്മുടെ മനോഭാവം ദൈവം പരിശോധിക്കുകയാണ്. അടിമയുടെ മൈൻഡ് സെറ്റിൽ നിന്ന് മക്കളുടെ മൈൻഡ് സെറ്റിലേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അപാരമായ വിശ്വാസം നമ്മളിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തന്നെ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങൾ ഏലിയാവ് പണിതതുപോലെ ചില ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ചില കാത്തിരിപ്പുകൾ, ചില വൈകിപ്പിക്കലുകൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഘടികാരത്തിലേക്ക് നോക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഇമ്മെച്ചുവേർഡായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എടുത്തു ചാടാതിരിക്കുക. ദൈവത്തിന് നിങ്ങളെ ഉയർത്താൻ ഒരു കൃത്യതയുള്ള ഒരു സമയമുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളുടെ സഹോദരനായി ഞാൻ നിങ്ങളോട് പറയുന്നു, വെയിറ്റ്. കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. നിങ്ങൾ തന്നെ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇമ്മച്ചുവേർഡായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് ദൈവത്തിൻ്റെ കൃത്യതയുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.